വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസല്ലത്തു വൽ വഫാ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, ഒപ്പം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ സലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് കാണാം. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിത് മാത്രം മതി നമുക്ക് സലാത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ. മറ്റൊരിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല സലാത്തല്ലാതെ മറ്റൊരു സൽക്കർമ്മവും ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. തീർന്നില്ല, സർവ അമലുകൾക്കും സ്വീകാര്യതയും അസ്വീകാര്യതയും എന്നീ രണ്ട് ഓപ്ഷനുകളുണ്ട്. എന്നാൽ സലാത്തിന് സ്വീകാര്യത എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. ഉഖ്റവിയായ 70% കാര്യങ്ങളും ദുന്യവിയായ 30% കാര്യങ്ങളും സലാത്ത് മുഖേന പരിഹരിക്കപ്പെടും എന്ന് നമുക്കറിയാമല്ലോ. ഒരു ദിവസം പതിവിലേറെ പുഞ്ചിരിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളുടെ മുമ്പിലെത്തിയപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലയോ റസൂലേ, എന്തേ ഇന്ന് ഇത്ര മുഖപ്രസന്നത? അപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ദിവ്യ സന്ദേശം നൽകി. ഒരു മനുഷ്യൻ എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ വർദ്ധിക്കുകയും 10 ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. സലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പുണ്യ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു. ഏത് സമയവും അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ജൂതന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന